തൃശൂർ തുടരുകയാണ്. ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്, ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശൂർ. പ്രധാനമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഏറെ പ്രതീക്ഷ പ്രകടമാക്കുന്നത് പരസ്യമായിട്ടും പരോക്ഷമായിട്ടും. സുരേഷ് ഗോപി മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് കേന്ദ്രീകരിക്കും, അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടുമെന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സഭ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്തത് എല്ലാ പാർട്ടികളെയും കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഒരു നിലപാട് വന്നിട്ടില്ല. നല്ല അടുപ്പമുള്ള ഒരാളാണ് VS സുനിൽകുമാർ. അങ്ങനെ മൂന്ന് പേരും അത് ഇപ്പോൾ സുരേഷ് ഗോപിയും ഇപ്പോൾ സഭയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നയാളാണ്. മുരളീധരൻ സ്വാഭാവികമായിട്ടും ഉള്ളയാളാണ്. VS സുനിൽകുമാർ മാത്രമല്ല ആ നാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് VS സുനിൽകുമാറിന് മൂന്ന് പേരോട് ചോദിച്ചപ്പോഴും ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും അത് ഏത് വോട്ടും ആരോടും ചോദിച്ചാലും അവർ ഞങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ പറയും. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എങ്ങോട്ട് ചായും എന്ന കാര്യത്തിൽ അത് ഉറപ്പിച്ച് പറയുവാൻ പറ്റില്ല. മാത്രമല്ല സഭ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാത്തിടത്തോളം കാലം എന്താണ് സഭയുടെ മനസ്സിലുള്ളത്, വിശ്വാസികളുടെ മനസ്സിലുള്ളത് എന്ന് അറിയുവാൻ കഴിയുകയില്ല. പക്ഷേ മുൻപത്തേക്കാൾ BJPയോട് ഒരു എതിർവികാരം പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ പല സൂചനകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ ഇത് എങ്ങനെ വോട്ടായി മാറുമെന്ന് കൊടുത്ത് ഒരു പടി മുന്നിലേക്ക് കടന്നു സുരേഷ് ഗോപി എന്നുള്ള വിലയിരുത്തലുകൾ ഒരു വശത്തൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും തൃശ്ശൂരിൽ ഈ അവസാന ലാപ്പിൽ എന്താണ് ഈ സഭാ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി എന്ത് തന്ത്രമാണ് ഓരോ മുന്നണികളും പയറ്റുന്നത്? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വീണ്ടും രാകേഷ് ചേരുകയാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് രാകേഷ് ചേരുന്നത്. രാകേഷ്, ഈ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇതിലിപ്പോഴും മനസ്സ് തുറക്കാത്ത സഭാ നേതൃത്വം അതല്ലേ തൃശ്ശൂരിൽ കാണുന്നത്? മഞ്ജുഷ, അങ്ങനെ തന്നെ കാണാം. കാരണം നമ്മൾ പൊതുവെ സംസ്ഥാനത്ത് മൊത്തം ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ വിരലിലെണ്ണാവുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJP സമാഹരിച്ച വോട്ടോടുകൂടിയാണ് തൃശ്ശൂരിന് ഏതായാലും അത്തരത്തിൽ ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് BJP വന്നത്. മാത്രവുമല്ല BJP ദേശീയ നേതൃത്വം വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പ്രചാരണം തുടങ്ങിയതും തൃശ്ശൂരിൽ നിന്നാണ്, വനിതാ സംഗമത്തോടു കൂടിയാണ്. അപ്പോൾ അവർ കേരളത്തിൽ കാണുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഏതായാലും മഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂർ നഗരത്തിൽ മൊത്തം ക്രൈസ്തവ വോട്ടുകൾക്ക് ഈ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട്. മുസ്ലിം വോട്ടുകൾക്ക് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട്. അങ്ങനെ ഒരു കേരളത്തിന്റെ മൊത്തം ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പെടാവുന്ന അല്ലെങ്കിൽ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല തൃശ്ശൂരിന്റെ ഇത്തവണത്തെ വോട്ടിംഗ് അത് എങ്ങനെയെന്ന കാര്യത്തിൽ ഈ പ്രചാരണ രംഗത്തുള്ളതുപോലെ തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആര് വിജയിക്കുമെന്ന് അത്രമേൽ ശക്തമായ പോരാട്ടം തൃശ്ശൂരിൽ നടക്കുന്നു. കഴിഞ്ഞ കാലങ്ങളുടെ ഒരു സ്വഭാവം ഈ മണ്ഡലത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ 98 മുതലുള്ള സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ UDFനെയും LDFനെയും മാറി മാറി ഓരോ തവണയിൽ കൂടുതൽ വിജയിപ്പിക്കാത്ത അല്ലെങ്കിൽ മാറി മാറി വിജയിപ്പിക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് പക്ഷേ അത് രാകേഷ് അങ്ങനെ മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലം സമീപകാലത്ത് ഞങ്ങൾ തുടക്കത്തിലും അക്കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ TN പ്രതാപനെ ഇത്തവണ പരീക്ഷിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. മുരളീധരൻ വന്നതോടുകൂടി ഈ ചിത്രത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണോ? ആ രീതിയിൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു ഉണർവിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ മുസ്ലിം വോട്ടുകൾ പോലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ പോലും ഒരു പോളറൈസേഷൻ ഉണ്ടാകും മുരളീധരൻ വന്നതിന് ശേഷം. അങ്ങനെ ഒരു പ്രതീക്ഷ അവിടെ തുടർച്ചയായ 2 തവണ UDFന് കൈകൊടുക്കാൻ പോകുന്നു തൃശ്ശൂർ. അങ്ങനെ ഒരു പ്രതീതിയിലേക്ക് വരുമെന്നാണോ? അങ്ങനൊരു വിലയിരുത്തൽ എത്താൻ കഴിയില്ല. കാരണം സുനിൽകുമാർ ആയാലും K മുരളീധരനായാലും സുരേഷ് ഗോപി ആയാലും ജനങ്ങൾക്കേറെ പരിചിതരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ പണ്ട് അദ്ദേഹം തോറ്റിട്ടുണ്ട്, വടക്കാഞ്ചേരിയിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തായി മുരളീധരന്റെ ഒരു ഇമേജ് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിക്കാൻ തലത്തിലേക്ക് മുരളീധരൻ പല ഘട്ടങ്ങളിലും ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ വടകരയിൽ മത്സരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്നു, അവിടെ വിജയിക്കുന്നു. അതിനുശേഷം നേമത്തേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുമ്പോൾ അപ്രതീക്ഷിതമായി മുരളീധരൻ ഇവിടെ എത്തുന്നു. TN പ്രതാപൻ ഏതായാലും ആദ്യഘട്ടത്തിൽ പ്രചാരണമൊക്കെ ആരംഭിച്ചതാണ്. അപ്പോൾ ഒരു
ഇമേജ് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടിയും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളെന്ന ഒരു ഇമേജ് കെ മുരളീധരനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മുരളീധരന്റെ വരവ് പ്രത്യേകിച്ച് UDF ക്യാമ്പിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ആത്മവിശ്വാസം നൽകി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറുവശത്ത് VS സുനിൽകുമാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം തൃശൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് UDFന്റെ ഒരു കുത്തക മണ്ഡലമാണ്. ആ മണ്ഡലം പിടിച്ചെടുത്ത സുനിൽകുമാർ 2014 ആ മണ്ഡലം പിടിച്ചെടുത്ത സുനിൽകുമാറാണ്. അങ്ങനെ ഒരു ഇമേജ് സുനിൽകുമാറിനും ഏതായാലും ഉണ്ട്. മാത്രമല്ല മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച വ്യക്തി എന്നൊരു ഇമേജ് സുനിൽകുമാറിനുണ്ട്. തൃശ്ശൂരിൽ നല്ല ബന്ധങ്ങളുണ്ട്. അവിടേക്കാണ് സുരേഷ് ഗോപി ഏതായാലും മത്സരിക്കുന്നത്. കാരണം 2014 KP ശ്രീശൻ 1,02,000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ അത് 293 എന്ന നിലയിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചത്. പക്ഷേ അപ്പോൾ പോലും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1,97,000 വോട്ടുകൾ മാത്രമാണ് 7 നിയമസഭാ മണ്ഡലം. അത് ഗുരുവായൂരിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റ് 6 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ 1,97 BJPയുടെ വോട്ടിംഗ് പാറ്റേൺ. മാത്രമല്ല 2009 മുതലുള്ള ഈ മണ്ഡലത്തിന്റെ ഒരു വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് കണക്കെടുക്കുകയാണെങ്കിൽ 385 മുകളിൽ നേടിയ സ്ഥാനാർത്ഥി മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ 293 നിന്ന് ഏതാണ്ട് 1 ലക്ഷം വോട്ടുകൾ വിജയിപ്പിച്ച് നേടിയെടുത്താൽ മാത്രമല്ല ഇത്തവണ ഒരു 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടുതലായിട്ടുണ്ട് ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 90,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ടുകൾ കൂടുതൽ വേണ്ടി വരും. അതായത് 293 നിന്ന് ഒരു 380-ലേക്കെങ്കിലും സുരേഷ് ഗോപിക്ക് തന്റെ വോട്ടുകൾ കൂട്ടേണ്ടി വരും. ഇത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ്. മാത്രമല്ല VS സുനിൽകുമാർ ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കാത്തയാൾ എന്ന ഇമേജ് ഉള്ള കരുണാകരനെ തോൽപ്പിച്ച, മുരളീധരനെ തോൽപ്പിച്ച VV രാഘവന്റെ ശിഷ്യൻ കൂടിയാണ് VS സുനിൽകുമാർ ഇത്തവണ. പക്ഷെ കരുവന്നൂർ, ആ ഒരു ചോദ്യം കൂടി, കരുവന്നൂർ ഏത് തരത്തിൽ കൂടിയാണ് നിർണായകമാകാൻ പോകുന്നത് രാകേഷ്? UDFനെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകൾ ഒല്ലൂർ, നേരത്തെ പറഞ്ഞ ഒല്ലൂർ, പുതുക്കാട്, നാട്ടിക ആ മണ്ഡലങ്ങളിലുള്ള വോട്ടുകൾ UDF ക്യാമ്പിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ. കരുവന്നൂർ വിഷയത്തിൽ മാർച്ച് നടത്തിയ BJP സുരേഷ് ഗോപിക്ക് ആ ഒരു മൈലേജ് നരേന്ദ്രമോദി ഇപ്പോൾ സ്വാധീനിക്കുന്ന മണ്ഡലങ്ങൾ തൃശ്ശൂരിലുണ്ട്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയാണ്. അത് ഏത് തരത്തിൽ കൂടി. ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ BJPക്കും അതുപോലെ തന്നെ UDFനും. അത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടാവാം? കരുവന്നൂർ ഏതായാലും സുരേഷ് ഗോപി മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ നാൾ മുമ്പ് പ്രചാരണം തുടങ്ങിയതാണ്. കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു പദയാത്ര പോലും അദ്ദേഹം നടത്തുകയുണ്ടായി. മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രചാരണത്തിലെല്ലാം തന്നെ കരുവന്നൂർ ഇടം പിടിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ കുന്നംകുളത്ത് നടത്തിയ റാലിയിലോ അല്ലെങ്കിൽ വനിതാ സംഗമത്തിലോ ഒന്നും മാത്രമല്ല, മറിച്ച് മറ്റിടങ്ങളിലും തിരുവനന്തപുരത്തൊക്കെ പ്രചാരണ യോഗങ്ങളിൽ ഉന്നയിക്കുന്നത് കരുവന്നൂർ തന്നെയാണ്. അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുവന്നൂരിൽ ഒരു ഇടപെടൽ ഏതായാലും നടത്തും. നിക്ഷേപകർക്ക് പണം നൽകുമെന്നൊരു വാഗ്ദാനമുണ്ട്. പ്രത്യേകിച്ച് ഈ സൂചിപ്പിച്ച പോലെ തന്നെ പുതുക്കാട്, ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു തന്നാണ്. 7-7 2019 14 LDF വിജയിച്ചതാണ്. അപ്പോൾ പോലും ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് നിർണായകമാണ്. ആ വോട്ടുകൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നുള്ളത് പ്രത്യേകിച്ച് നിക്ഷേപകരുടെ ശരി രാകേഷ്, എന്തായാലും കേരളത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം തൃശ്ശൂരിന് വേണ്ടി ചെലവഴിച്ചത്.